ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം തോന്നി. അവൻ്റെ അമ്മ അവനോട് ഭിക്ഷ യാചിക്കുക, തല കൊണ്ടൊന്ന് താഴെ അടിച്ചിട്ട്, മോനെ നീ അറ്റത്തു നീങ്ങി പോരെ, നീ അവിടെ നിന്നാ വീഴും എന്ന് പറഞ്ഞ് നെഞ്ചുപൊട്ടി കരഞ്ഞിട്ടും അവന് മനസ്സിലാവുന്നില്ല. അവൻ്റെ മനസ്സിൽ മൊത്തം അവൻ്റെ ലക്ഷ്യം ഐഫോൺ എന്ന ലക്ഷ്യം മാത്രമല്ല. അവൻ്റെ ജീവനിലൊന്നും ഒരു വിലയില്ല, അവൻ്റെ മാതാപിതാക്കളുടെ സങ്കടത്തിൽ ഒന്നും ഒരു വിലയില്ല അവന്. എന്നിട്ടും ആ അമ്മ അവൻ അവിടെ നിൽക്കാതെ തന്നെ കൊക്കയിലോട്ട് ചാടാൻ പോകുന്നുണ്ട് അവൻ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. എന്നിട്ടും അവൻ്റെ മനസ്സലിയുന്നില്ല. അവൻ്റെ അമ്മ അടുത്തോട്ട് പോകും തോറും അവൻ ബാക്കിലോട്ട് പോകുമായിരുന്നു, കൊക്കയുടെ അവിടെ നടന്നു പോകുമായിരുന്നു. എന്തൊരു ദയനീയമായ അവസ്ഥ അല്ലേ? നിരപരാധികളായിട്ടുള്ള തന്തയുള്ള എന്ത് തെറ്റ് ചെയ്തു? ഇതുപോലുള്ള ഇവനൊക്കെ ജന്മം കൊടുത്തു. ആ ജന്മം കൊടുത്തതിൻ്റെ പേര് അവരും കൂടെ മരണപ്പെടേണ്ട അവസ്ഥ വന്നു. എന്തായാലും ഒരു വല്ലാത്ത അവസ്ഥ. അതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു അവസ്ഥ ഒരു മാതാപിതാക്കൾക്കും ഒരു കുട്ടികൾക്കും വരാതിരിക്കട്ടെ. നമ്മുടെ മക്കൾ പറഞ്ഞ ഉടനെ ഒന്നും സാധിച്ചു കൊടുക്കാതിരിക്കുക. അങ്ങനെ കൊടുക്കാതിരിക്കുമ്പോഴത്തേക്ക് അത് അതിനേക്കാൾ പ്രശ്നമാകും. പക്ഷെ എന്ന് പറഞ്ഞാലും ചെറുതിലേ മുതൽ നമ്മളെ അവരെ അല്ലലും ബുദ്ധിമുട്ടും അറിഞ്ഞ് വളർത്തി കൊണ്ടുവരിക. അന്നേരം ഈ പിടിവാശി ഐഫോണിലോട്ടൊന്നും പിടിവാശി അങ്ങനെയുള്ള കാര്യങ്ങളോടൊന്നും വരത്തില്ല. ആർക്കും ഇങ്ങനൊരു അവസ്ഥ വരാതിരിക്കട്ടെ.